എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഒരു ദിവസം ഒന്ന് ബസ്സിൽ പോകാമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ കയറി. അന്ന് 10 പൈസ കണ്ടെന്ന് തോന്നുന്നുണ്ട് മിനിമം ചാർജ് സ്കൂൾ കുട്ടികൾക്ക്. ബസ്സിൽ കയറി. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹൈറ്റ് കുറവാണ്, അതുപോലെ തന്നെ നിറം കുറവാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറുമ്പം നിറം പ്രശ്നമല്ല, പക്ഷെ ഹൈറ്റ് പ്രശ്നമാണല്ലോ. മുകളിൽ പിടുത്തം കിട്ടില്ല. അതിപ്പോഴും എനിക്ക് മുകളിൽ കമ്പി പിടിക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ തൂണ് കമ്പിയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ഭാഗമുണ്ട്, സൈഡ് ഭാഗമാണ് ഈ മത്തങ്ങ ഭാഗം എന്നൊക്കെ പറയും. അങ്ങനെ വട്ടത്തി കെട്ടിയിട്ടേക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കൊണ്ട് കെട്ടിയ. അന്ന് കാലത്തുണ്ട് ഏറ്റവും മൂട്ടിലായിട്ട് ചോറ് വയ്ക്കാനുള്ളൊരു ഭാഗമുണ്ട്. അതിൻ്റെ മുകളിലാണ് പുസ്തകങ്ങൾ വരക്കി വയ്ക്കുക. അങ്ങനത്തെ ഒരു ബാഗ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പൈസ കൊടുക്കാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് ഈ കണ്ടക്ടർ പ്രശ്നമുള്ള വാക്കൊന്നുമല്ല, സാധാരണ കോമൺ ആയിട്ടൊരു കോമഡി പറഞ്ഞ് പോയി. പക്ഷേ ആ കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പൊതുവെ സംസാരിക്കുന്ന പ്രകൃതം ആയിരുന്നില്ല അധികം. അന്നും അതെ ഇന്നും അതെ. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ വാചാലയാവുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇപ്പോഴും ഞാനിങ്ങനെ കൂട്ടത്തിൽ പോയി നിന്നിട്ട് നമുക്ക് പറ്റുന്ന വിഷയം നമ്മൾ പറഞ്ഞാൽ അത് ഏൽക്കും എന്നൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ഞാൻ അധികം അങ്ങനെ സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും അഭിപ്രായം വെറുതെ എന്ന് പറഞ്ഞ് അങ്ങനെ വിടുന്നൊരു രീതിയാണ് എനിക്ക്. അപ്പോൾ അന്ന് ആ മനുഷ്യനത് പറഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളിലൊതുക്കുന്നവർക്ക് പെട്ടെന്ന് ഫീലാവും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇങ്ങനെ ചറപറാന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് എന്ത് കേട്ടാലും ഇതിലെ കേട്ട് ഇതിലെ അങ്ങോട്ട് വിടും. അപ്പോൾ എന്നിലെ ആ കുട്ടി അന്ന് ഭയങ്കരമായിട്ട്, അന്ന് മാത്രമല്ല ഇന്നും ഞാൻ എന്തോ ആ മനുഷ്യനെ അങ്ങോട്ട് ശപിച്ച് അതിനെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും എനിക്ക്. നിസ്സാര കാര്യമാണ്, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ നിസ്സാര കാര്യം കേട്ടപ്പോൾ എന്നിലെ ആ കുട്ടി അത്രയ്ക്കും വേദനിച്ചു എങ്കിൽ ശരി, നല്ല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ ഇങ്ങനെ ഓരോ ബോഡി ഷെയ്മിങ് പറയുന്ന സമയത്ത് അവരെത്രമാത്രം അത് വേദനിക്കുന്നുണ്ടാവും. ചില ആളുകളുണ്ടല്ലോ പൊയ്ക്കാല് പോലെ ഇങ്ങനെ ഉയരത്തിൽ അങ്ങനെ പോകും. അപ്പോൾ അവരെ വിളിക്കുന്ന പേര് തോട്ടി, അല്ലെങ്കിൽ എന്താ ജിറാഫ്, ഇങ്ങനെയൊക്കെ വിളിക്കും അല്ലേ. അതുപോലെ തന്നെ തീരെ ഉയരം കുറഞ്ഞാണെങ്കിൽ നേരിട്ട് വിളിക്കും, എടാ കുള്ള, ഇന്ന് കുള്ളനെ കണ്ടില്ലല്ലോ, അങ്ങനെ പറയും. അതുപോലെ തന്നെ മീശ ഇല്ലെങ്കിൽ അത് പ്രശ്നം, തലയിൽ മുടി ഇല്ലെങ്കിൽ അത് പ്രശ്നം. ആൺകുട്ടികൾക്ക് എല്ലാവരും ഉണ്ണിമോന്തനാവണമെന്നാണല്ലോ ആഗ്രഹം. അങ്ങനെയുള്ളവർക്ക് മീശ പ്രശ്നമല്ല, ഉണ്ണിമോന്തിന് മീശ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ മീശ ഇല്ലെങ്കിൽ അത് പ്രശ്നം. പിന്നെ നല്ല ബോഡി ഇല്ലെങ്കിൽ അത് ഒക്കെ മാനസികമായിട്ട് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റ് പെൺകുട്ടികളൊക്കെ എങ്ങനെ മൈൻഡ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടേ നല്ല വിഷമങ്ങൾ ആൺകുട്ടികൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഇത്തിരി തടിച്ചാണെങ്കിൽ തടിച്ചെന്ന് തന്നെ വിളിക്കും. പിന്നെ എന്താ മുടിയില്ലെങ്കിൽ അങ്ങനെ വിളിക്കും, മുട്ടയെന്നൊക്കെ വിളിക്കും അല്ലേ. പിന്നെ ഈ പറഞ്ഞ മാതിരി കുള്ളത്തി, അങ്ങനെയൊക്കെ വിളിക്കും, നേരിട്ട് വിളിക്കും. അത് ആദ്യകാലങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു തോന്നുന്നു. ഇപ്പോഴും ഈ വിവരവും ബോധവും സംസ്കാരവും ഇല്ലാത്ത ആളുകൾ ഞാനിങ്ങനെ മത്തങ്ങ പോലെ വീർത്തിരുന്നാലും മറ്റൊരു ആളെ കാണുമ്പോൾ ബുൾഡോസർ എന്ന് വിളിക്കാൻ ഉള്ള ടെൻഡൻസി വരും. കാരണം നമ്മളങ്ങനെയാണ് ശീലിച്ചേക്കുന്നത്. അത് കാരണം എൻ്റേതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താ പറയുക, കൈവിരലില്ലാത്തവൻ മുട്ടുകൈക്ക് കുറ്റം പറയാന്ന, അങ്ങനെ അങ്ങോട്ടൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ. എന്താണ് അപ്പോൾ മറ്റൊരാളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ കോളേജ് ക്യാമ്പസിലെ സ്കൂളിലൊക്കെ ആയാലും ഒന്ന് ചേർത്ത് പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് കുട്ടികൾ. അത് വലിയൊരു ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ, എന്നെ കാണുന്ന നിങ്ങളെങ്കിലും മറ്റൊരാളെ എന്തെങ്കിലും ഒന്ന് വിളിക്കണം, അങ്ങനെ ഒരു കുറ്റപ്പേര് വിളിക്കണം, ബോഡി ഷേമിങ് നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ, എന്നെ കാണുന്ന ആ സമയം മുതൽ അതൊന്ന് വേണ്ടെന്ന് വെക്കൂ കേട്ടോ. എന്തിനാ വെറുതെ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? നമ്മളും എല്ലാം തികഞ്ഞവരല്ലല്ലോ. എല്ലാം തികഞ്ഞിട്ട് ഭൂമിയിൽ ആരാ ഉള്ളത്? അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.